ഇന്ന് ഞങ്ങളെ ഒരു ഫയൽ വൺ ഹോട്ടലിലേക്കാണ് കേട്ടോ. ഒരു പേര് തന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുണ്ടറ രാജധാനിയിലേക്ക് ഉദ്ഘാടനമായിട്ട് പ്രമാണിച്ച് വന്നപ്പോഴേക്കും ഈ ഫയൽ വൺ ഹോട്ടലിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പോൾ 10 മണിയാകുമ്പോൾ ഞങ്ങൾ പൂട്ടി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്ന് 9 മണിയായിട്ടുള്ളൂ. എന്നാലും നല്ല തിരക്കുണ്ട് കേട്ടോ. 10 മണിക്ക് പൂട്ടാൻ നിൽക്കുന്ന കടയാണല്ലേ. അപ്പോൾ ഫയൽ വൺ എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി പേരാണല്ലേ. അത് എങ്ങനെ വന്നു എന്നൊക്കെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഓണർ, ഇതാണ് ഫയൽ വൺ, നമ്മൾ ചോദിക്കാം. ഇത് ഞങ്ങളായിട്ട് ഇട്ടതല്ലേ ഈ പേര്. ഈ പേര് വാപ്പ ഫയൽവാനായിരുന്നു. അപ്പോൾ നാട്ടുകാർ അന്ന് 80 കൊല്ലം മുമ്പ് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഇത്. 85 കൊല്ലം മുമ്പ് തുടങ്ങിയതാണ്. അന്ന് ഈ കടകൾക്കൊന്നും പേരിടാറില്ല. അപ്പോൾ ആ സമയത്ത് എല്ലാവരും പറയും ഫയൽവാൻ ഹോട്ടലിൽ പോകാം, ഫയൽവാൻ ഹോട്ടലിൽ പോകാം. അങ്ങനെയാണ് ആ പേരുണ്ടാവുന്നത്. അതെ, ഇദ്ദേഹത്തിൻ്റെ വാപ്പയായിരുന്നു, ഗുസ്തി താരമായിരുന്നു. കേരളത്തിലുടനീളം എല്ലാ ഗുസ്തിക്കാരെയും വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. എവിടെ മത്സരം നടക്കുവാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ വീട്ടിലായിരിക്കും തങ്ങുന്നത്. അങ്ങനെയാണ് ഈ ഫോട്ടോസും ഇതിൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. കണ്ടോ, അതിൽ ആ മെയിനായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വാപ്പ. ഞങ്ങൾ വന്നപ്പോഴേ തന്നെ പറഞ്ഞിരുന്നു വെള്ളയപ്പവും ചിക്കനേ ഉള്ളൂ, ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള മട്ടൻ കറി തീർന്നു, 8 മണിയായപ്പോഴേ തീരുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്നാൽ ചിക്കൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അന്നേരം തന്നെ ഫ്രൈ ചെയ്ത് വന്നിട്ടുള്ളതാണ്. നല്ല ചൂടാണ് കേട്ടോ, നമ്മുടെ കയ്യിലിങ്ങനെ പിടിക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല ചൂടാണ്, നല്ല ടേസ്റ്റുമാണ്. വെള്ളയപ്പം ഭയങ്കര സോഫ്റ്റാണേ. ഇത് ഇങ്ങനെ ഈ ചൂട് നമുക്ക് എപ്പോഴും ഒരു ടേസ്റ്റിന് ആഡ് ചെയ്യുന്ന സംഭവമാണ് അല്ലേ. ഇവിടെ വരാൻ പറ്റുന്നവർക്ക് ഒന്ന് വന്ന് ട്രൈ ചെയ്യേണ്ട കടയാണ് കേട്ടോ. എന്തായാലും പോയിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ എങ്ങനെയുണ്ട് നിങ്ങളുടെ അനുഭവം എന്ന് പറഞ്ഞോളൂ കേട്ടോ. ഈ ശനി ഞായറും ഞങ്ങൾ കുണ്ടറ മുക്കടയിലെ രാജധാനിയിലുണ്ടാകും. ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസുമായിട്ട് ഇനിയും വരാം. ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ.